എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. ടീച്ചറെ വീട്ടിലേക്ക് ഫോണില്ല, ടീച്ചറെ വിളിച്ചിട്ടില്ല. പിന്നെ ഇന്ന് വീട്ടിൽ സേവനവാരം നടത്താമെന്ന് വിചാരിച്ചു. മുറ്റൊക്കെ അടിച്ചൊരിയിട്ട് ഒരാഴ്ചയായി, മഴയുണ്ടായി, അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടാതെ വന്നു. ഇന്നിപ്പോൾ വീട്ടിലാകെ പരന്ന് നേരമൊക്കെ കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ കുറച്ച് നേരത്തെ നീട്ടത് വയ്യ, അങ്ങനെ കടന്നു പോയി. ഞായറാഴ്ച തന്നെ. അപ്പോൾ ശ്രീലക്ഷ്മി ഇതാ നീട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നു. അപ്പോൾ അതാ കിടക്കിയത് ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു നാളെ പരീക്ഷ അല്ലേ, കുറച്ച് നേരം വായിക്കാൻ പറഞ്ഞു. പിന്നെ ചായ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ രണ്ടാളുള്ളതുകൊണ്ട് ചായ ചോറൊന്നും വെക്കാനോ തിന്നാനോ തോന്നാത്തൊരവസ്ഥയാണ്. അമ്മ വീട്ടിലില്ല, അമ്മേൻ്റെ വീട്ടിലാണ്. ഞങ്ങളെ അവിടെ തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ വീടിൻ്റെ പുറകുവശം അടിച്ചു വാരാൻ പോയി നോക്കുമ്പോൾ നല്ല രാത്രി പൂച്ച കയറിയത് എലീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊളിഞ്ഞ് ചാടാനായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെ പൂച്ച കയറി ഓടി പകുതി ചാടി കിടക്കുന്നുണ്ടായിരുന്നു. പട്ടികയും ഓടൊക്കെ എപ്പോഴാണെന്നറിയില്ല, ഞങ്ങളെ തലയിൽ കൂടെയൊക്കെ വീട് പൊളിഞ്ഞ് ചാടണം. ആകെ പട്ടികയൊക്കെ പോയി, എല്ലാം പോയിരിക്കുകയാണ്. ഞങ്ങളതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് തന്നെ ഉള്ളൂ. എന്താ പറയുക, ഒരു തരത്തിലും ജീവിതത്തിൽ സ്വൈരം സമാധാനം ഇല്ലാത്തൊരു ജീവിതം. ഓണാണ് വരുന്നത്. എല്ലാവർക്കും ഞങ്ങളെ ഓണം എന്ന് പറയുന്നത് കറി വെച്ചിട്ട് ഞങ്ങൾക്കൊരു ഓണക്കോടിയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുള്ളൊരു ഓണം ഞങ്ങൾ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. അച്ഛനുള്ള കാലത്ത് അച്ഛന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും, ഞങ്ങളെല്ലാം ഉണ്ടാക്കും. പക്ഷെ ഓണക്കോടി വാങ്ങിച്ചിട്ട് ഇതുവരെ ഞങ്ങൾ ഓണം ആഘോഷിച്ചിട്ടില്ല. എല്ലാവരും ഓണത്തിന് മുന്നേ എത്ര കാശില്ലേലും ഓണം എങ്ങനെയെങ്കിലുമൊക്കെ ആഘോഷിക്കും. ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കും, അത്രയൊക്കെ ചെയ്യലുള്ളൂ. അപ്പോൾ നാളെ ശ്രീകുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് എല്ലാ വർഷവും ഞാൻ ഉടുപ്പ് മേടിച്ച് കൊടുക്കും. ഞാൻ വാങ്ങിക്കലില്ല. പിന്നെ പ്രാവശ്യം അമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് അങ്ങനെ ആഘോഷിക്കുന്നില്ല. ഓണത്തിന് അമ്മേൻ്റെ അടുത്ത് പോകും. അപ്പോൾ ഞങ്ങളെ രാവിലത്തെ ചെറിയൊരു വീഡിയോ ആണ്.